ഹായ് നമസ്കാരം, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം, എന്താണ് മാസ് ഡിഫക്റ്റ്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മാസ് ന്യൂനത. മാസ് ന്യൂനത അഥവാ മാസ് ഡിഫക്റ്റ്. മാസ് ന്യൂനത എന്നൊന്നും വരില്ല, മാസ് ഡിഫക്റ്റ് എന്ന് മലയാളത്തിൽ എഴുതിയേ വരുള്ളൂ. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം, എങ്കിലും നമ്മൾ പഠിക്കണം. ഇനി പരീക്ഷയ്ക്കാണ് മാസ് ന്യൂനത എന്ന് കയറി പറഞ്ഞു കഴിഞ്ഞാൽ സംശയം വരരുത്. അപ്പോൾ മാസ് ന്യൂനത അഥവാ മാസ് ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസും ന്യൂക്ലിയസിലെ കണങ്ങളുടെ ആകെ മാസം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലൊരു കൊട്ടയുണ്ടെന്ന് വിചാരിക്കുക, ഒരു കുട്ട. ആ കുട്ടയ്ക്കകത്ത് കുട്ട വേണം, ഒരു കൊട്ട. ആ കൊട്ടയ്ക്കകത്ത് ഒരു 10 മാങ്ങ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ ആ കൊട്ട 10 മാങ്ങയോട് കൂടി എന്ത് ചെയ്യും? ഒരു ത്രാസിൽ കൊണ്ടുവയ്ക്കും. ഇതാണ് കൊട്ട, അതിൽ കുറേ മാങ്ങ കിടപ്പുണ്ട്. ഇങ്ങനെ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം. ത്രാസാണ്, ത്രാസ്. ഓക്കെ. ഇനി നിങ്ങൾ ഈ കൊട്ട മാറ്റിയിട്ട് ഈ മാങ്ങ മാത്രം പെറുക്കി വെക്കണം ഇങ്ങനെ. ഓക്കെ. അപ്പോൾ ഒന്ന് നോക്കിയേ, ഒരു ഭാഗം കുറച്ച് താന്നും ഒരു ഭാഗം കുറച്ച് പൊങ്ങി. ഇത് കുറച്ച് പൊങ്ങിയാണ് വരയ്ക്കേണ്ടത് കേട്ടോ, കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസ് അപ്പാടെ, ഇത് മുഴുവൻ ഒരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ന്യൂക്ലിയസ് അപ്പാടെ കൊണ്ട് വെച്ച് തൂക്കുന്നു. അതോടൊപ്പം തന്നെ അതിലെ ഓരോ ന്യൂക്ലിയോണുകളെയും, പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പെറുക്കി എടുത്തിട്ട് അത് മാത്രമേ പെറുക്കി വെച്ചും തൂക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും മാസിൽ. അതിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് അഥവാ മാസ് ന്യൂനത എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസും ന്യൂക്ലിയസിലെ കണങ്ങളുടെ മാസും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അഥവാ മാസ് ന്യൂനത. എന്താണ്? ഒന്നുകൂടെ പറഞ്ഞേ. ഒരു ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസും ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ മാസും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് അഥവാ മാസ് ന്യൂനത എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസും ന്യൂക്ലിയസിലെ കണങ്ങളുടെ ആകെ മാസും തമ്മിലുള്ള വ്യത്യാസമാണ് മാസ് ഡിഫക്റ്റ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ലെറ്റർ ഓഫ് ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു എം പി പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു എം എൻ മൈനസ് എം എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. പറഞ്ഞുതരാം. ഇവിടെ ഓരോ ടേമുകളും ഞാൻ പറഞ്ഞുതരാം. ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ അത് മാസ് ഡിഫക്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണ് എന്ത്? ഈ പറയുന്ന മാസ് ഡിഫക്റ്റ് റെപ്രസെൻറ്റ് ടേം. ഇനി ഇസഡ് എന്ന് വെച്ചാൽ എന്താ? പ്രോട്ടോൺ അല്ലേ? എം പി എന്ന് വെച്ചാൽ ഒരു പ്രോട്ടോണിന്റെ മാസ്. എന്താണ്? ഒരു പ്രോട്ടോൺ. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഒരു പ്രോട്ടോണിന്റെ മാസ്. എ മൈനസ് ഇസഡ് എന്താ? ഇത് മുഴുവൻ ന്യൂട്രോണുകളുടെ എണ്ണമാ അല്ലേ? ന്യൂട്രോണുകൾ ആദ്യത്തെ ക്ലാസ് കണ്ടവർക്ക് അറിയാം. ന്യൂട്രോണുകൾ എണ്ണം. എം എന്ന് വെച്ചാൽ എന്താ? ന്യൂക്ലിയസിന്റെ മുഴുവൻ മാസ്. അപ്പോൾ ഇസഡ് ഇൻറ്റു എം പി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒരു പ്രോട്ടോണിന്റെ മാസ് എം പി ആണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് എണ്ണം പ്രോട്ടോണുകളുടെ മാസ് എത്രയായിരിക്കും? ഇസഡ് ഇൻറ്റു എം പി അല്ലേ? ഒരു ന്യൂട്രോണിന്റെ മാസ് എം എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എൻ എണ്ണം ന്യൂട്രോണുകളുടെ മാസ് എന്താ? എൻ ഇൻറ്റു എം എൻ. എന്നിന് പകരം എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ എന്ന് ക്യാപിറ്റൽ എം എന്താ? ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. എന്താണ്? ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് അതിൽ കണങ്ങളുടെ മാസാണ്. എം എന്ന് വെച്ചാൽ ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിലെ കുഞ്ഞു കണങ്ങളുടെ ഓരോ മാസവും കൂട്ടുന്നതും ആ ന്യൂക്ലിയസിന്റെ മുഴുവൻ മാസം തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? മാസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ മാസ് ന്യൂനത എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്താണ്? പ്രോട്ടോണിന്റെ ആകെ മാസ് പ്ലസ് ന്യൂട്രോണിന്റെ ആകെ മാസ് മൈനസ് ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. എന്താണ്? പ്രോട്ടോണിന്റെ ആകെ മാസ് പ്ലസ് ന്യൂട്രോണിന്റെ ആകെ മാസ് മൈനസ് ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് എഴുതാം. ഓക്കെ. ഇവിടെ ഇസഡ് എന്ന് വെച്ചാൽ എന്താണ്? അറ്റോമിക് നമ്പറാണ്. എ മാസ് നമ്പറാണ്. എം പി ഒരു പ്രോട്ടോണിന്റെ മാസാണ്. എം എൻ ഒരു ന്യൂട്രോണിന്റെ മാസാണ്. എം എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ മാസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ മാസ് ന്യൂനത എന്ന് പറയുന്ന കിലോ കണക്കിനൊന്നും ഇല്ല കേട്ടോ. ചെറിയ വളരെ മൈന്യൂട്ട് അറ്റോമിക് മാസ് യൂണിറ്റിലൊക്കെയാണ് നമ്മളിത് പറയുന്നത് കേട്ടാ. ഓക്കെ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മാസ് ഊർജം ആണ്. അതായത് ഇപ്രകാരം ഉണ്ടാകുന്ന മാസ് ഡിഫക്റ്റിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും?
ഊർജമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് ഇപ്രകാരമുള്ള മാസിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഊർജമായിട്ട്. ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ തന്നെയുണ്ട് E=mc². നമ്മൾ ആപേക്ഷികത സിദ്ധാന്തത്തിൽ പഠിച്ച കാര്യമാണ് E=mc². എം മാസുള്ള ഒരു പിണ്ഡത്തിന് c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന മുഴുവൻ ഊർജ്ജത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. E=mc². ഇത് തന്നെയാണ് അറ്റോമിക് ബോംബിൻ്റെ പ്രതിഭാസത്തിന് അല്ലെങ്കിൽ അറ്റോമിക് ബോംബിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ മാസ് എനർജി റിലേഷൻ തന്നെയാണ്. ഐൻസ്റ്റീൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നെങ്കിലും പക്ഷേ ഇത് ഉപയോഗിച്ചത് മുഴുവൻ അറ്റം ബോംബ് ഹിരോഷിമയിലേക്ക് കൊണ്ട് ബോംബ് ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അദ്ദേഹം അതിൽ പിന്നീട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. പോട്ടെ, ഇതൊക്കെ കഥകളിലുള്ള കാര്യമാണ്. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്രകാരമുള്ള ഡെൽറ്റ എമ്മിനെയും നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഊർജ്ജത്തിൻ്റെ മറ്റൊരു രൂപമായി മാസിനെ പരിഗണിക്കാം എന്ന് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തത്തിലൂടെ ഐൻസ്റ്റീൻ വിശദീകരിക്കുകയും പ്രസിദ്ധമായ മാസ് ഊർജ തുല്യതയ്ക്ക്, അതായത് മാസ് എനർജി ഇക്വലൻസ്, അതിൻ്റെയാണ് മലയാളം, മാസ് എനർജി തുല്യതയ്ക്ക് E=mc² എന്ന ബന്ധവും നൽകി. അപ്പോൾ അദ്ദേഹമാണ് അത് കൊണ്ടുവന്നത്. ഡെറിവേഷൻ ഇല്ലാത്ത ഒരു ഇക്വേഷനാണ് ഈ E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ എം മാസിന് തുല്യമായ ഊർജ്ജത്തെ E എന്ന് വിളിക്കാം. ഇവിടെ എം മാസിന് തുല്യമായ ഊർജ്ജത്തെ നമുക്ക് E എന്ന് വിളിക്കാനും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം നോക്കിയേ. ഇത് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ചോദ്യമാണ്. നിങ്ങൾ നോക്കിയോളൂ. 1 ഗ്രാം, വെറും 1 ഗ്രാം, നമ്മൾ സ്വർണ്ണമൊക്കെ വാങ്ങിക്കുന്നത് 1 ഗ്രാം പദാർത്ഥത്തിന് സമാനമായ ഊർജം കണക്കാക്കുക. എന്താണ്? 1 ഗ്രാം പദാർത്ഥത്തിന് സമാനമായ ഊർജം കണക്കാക്കുക. സി നമുക്കറിയാം, എന്താ? ഡെൽറ്റ എം ഇൻറ്റു c². ഈ ഡെൽറ്റ എം എന്ന് വെച്ചാൽ ഇവിടുത്തെ എത്ര ഗ്രാം ആണെന്നുള്ള 1 ഗ്രാം ആണ്. അപ്പോൾ 1/1000. അപ്പോൾ 1 × 10⁻³ ഇതിൽ കിലോഗ്രാമിലേക്ക് മാറ്റാം. ഇൻറ്റു c², 3 × 10⁸ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ ഇൻറ്റു 9 × 10⁻16 സ്ക്വയർ രണ്ടിനും കൊടുക്കണം. ശരിയല്ലേ? ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10⁻13 ജൂൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 9, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10,000 കോടി, ലക്ഷം കോടി, പിന്നെ എന്തൊക്കെയോ കൂടി, ലക്ഷം കോടി. അതായത് 1 ഗ്രാം എന്ന് പറയുന്ന മാസിന് തുല്യമായ, പിണ്ഡത്തിന് തുല്യമായ എനർജി എത്രയാ? 9 × 10⁻13 ജൂളാണ്. എത്ര എനർജിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയാ? 9 × 10⁻13. 9 കഴിഞ്ഞ് 13 പൂജ്യം. ലക്ഷം കോടി ജൂൾ എനർജി എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പം നിങ്ങൾ നോക്കിയേ, അറ്റോമിക് മാസ് യൂണിറ്റിൽ തരുന്ന കുഞ്ഞ് എനർജിക്ക് പോലും സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. കേട്ടോ? ഓക്കെ, അടുത്തത് ന്യൂക്ലിയർ ബന്ധന ഊർജം അഥവാ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. എന്താണ് ന്യൂക്ലിയർ ബന്ധന ഊർജം അഥവാ ന്യൂക്ലിയർ ബന്ധന ഊർജം അഥവാ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നോക്കൂ, ന്യൂക്ലിയസിലെ കണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഊർജമാണ് ന്യൂക്ലിയർ ബന്ധന ഊർജം. അഥവാ ന്യൂക്ലിയസിലെ കണങ്ങളെ വേർതിരിക്കാൻ ആവശ്യമായ ഊർജത്തെയും നമുക്ക് ന്യൂക്ലിയർ ബന്ധന ഊർജം എന്ന് വിളിക്കാം. 2 രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പ്രോട്ടോണുകളും ന്യൂട്രോണുകളും പരസ്പരം ഇങ്ങനെ അടുത്തടുത്തൊക്കെ നിൽക്കുന്നുണ്ട്. അതായത് ന്യൂക്ലിയസിലെ കണങ്ങൾ ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു ബന്ധനമുണ്ട്, ഒരു അട്രാക്ഷനുണ്ട്. അപ്പോൾ ഈ ബന്ധനം എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെയാണ് നമ്മൾ ന്യൂക്ലിയർ ബന്ധന ഊർജ്ജം അഥവാ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. ആ പേര് തന്നെ, ന്യൂക്ലിയോണുകളെ ബൈൻഡ് ചെയ്യുക. ബുക്കുകൾ ബൈൻഡ് ചെയ്ത് വെക്കില്ലേ, പേജുകൾ ബൈൻഡ് ചെയ്യുക എന്ന് പറയില്ലേ, എന്നുപോലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പോലെയുള്ള ന്യൂക്ലിയർ കണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്ന ബലമാണ് അല്ലെങ്കിൽ എനർജിയാണ് എന്ത്? ആ ബലമാണ് ന്യൂക്ലിയർ ബലം. എനർജിയാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ 2 പ്രോട്ടോൺ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഈ പ്രോട്ടോൺ നമുക്ക് വിഘടിപ്പിക്കണമെങ്കിൽ, 2 ആക്കണമെങ്കിൽ, തെറ്റിച്ച് മാറ്റണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ എനർജി പൊട്ടിക്കണം. അപ്പോൾ മതിയായ, അതായത് ഇവർ നമ്മൾ ബോണ്ട് ചെയ്തിരിക്കുന്ന എനർജിക്ക് തുല്യമായ എനർജി ഓപ്പോസിറ്റ് കൊടുത്താൽ മാത്രമേ ഇവരെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ന്യൂക്ലിയസിലെ കണങ്ങളെ വേർതിരിക്കാൻ ആവശ്യമായ ഊർജം. അപ്പോൾ 2 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ 2 പേരെ അടുപ്പിച്ച് നിർത്തുന്ന ഊർജം, അല്ലെങ്കിൽ 2 പേരെ വേർതിരിക്കാൻ എടുക്കുന്ന ഊർജം. രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ബന്ധന ഊർജം എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തൊട്ടു മുമ്പ് പറഞ്ഞു. ന്യൂക്ലിയർ ബന്ധന ഊർജത്തിൽ നമ്മൾ ഈ സഫിക്സിൽ സ്മോൾ ബി അങ്ങനെ തന്നെ എഴുതണം. ചില പുസ്തകങ്ങളിൽ നമ്മളിങ്ങനെ എഴുതാറുണ്ട്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ്
ബി ഡോട്ട് ഇ ബൈൻഡിങ് എനർജി നമ്മൾ എഴുതാറുണ്ട് ചില പുസ്തകങ്ങളിൽ. നിങ്ങൾ അങ്ങനെ നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇ ബി ഡിഗ്രി ലെവലിലൊക്കെ ഈ രീതിയിലാണ് പഠിക്കുന്നത്. ഇ ബി ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. എന്താണ്? ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ ആണ് ഇ ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇ ബി. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ ഒരു ഇത് തന്നിട്ട് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം. ഏറ്റവും ആദ്യം ഒരു ഇക്വേഷൻ എഴുതിയില്ലേ മാസ് ഡിഫക്റ്റ്? ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു എം പി പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു എം എൻ മൈനസ് ക്യാപിറ്റൽ എം. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ച് ആ മാസ് ഡിഫക്റ്റിനെ ആണ് ഡെൽറ്റ എം എന്ന് വിളിക്കുന്നത്. ആ ഡെൽറ്റ എമ്മിനെ സി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബൈൻഡിങ് എനർജി കിട്ടും. എന്താണ്? ബൈൻഡിങ് എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ബന്ധന ഊർജ്ജം ഇ ബി കിട്ടും, ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്തിലായിരിക്കും? ജൂളിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ പലപ്പോഴും പുസ്തകങ്ങളിൽ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് ബൈൻഡിങ് എനർജികൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ ബി ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. കണ്ടോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ എം കിട്ടുന്നത്, ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൽറ്റ എം കിട്ടുന്നത് AMU-ലാണ്, അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റിനെ നമ്മൾ എനർജിയിലേക്ക് കൺവേർട്ട് AMU-നെ നിങ്ങൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ സി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എനർജി ജൂൾസിൽ കണ്ടുപിടിക്കുന്നത്. പിന്നെ ജൂളിലുള്ള എനർജിനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് കൺവേർട്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്യണം. ഒറ്റ കാര്യം എടുത്താൽ മതി. നിങ്ങൾക്ക് ഓപ്ഷൻ്റെ അകത്ത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് ഉത്തരം കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ ഈ പറയുന്ന മാസ് ഡിഫക്റ്റ് AMU-ൽ കണ്ടുപിടിച്ചിട്ട് ആ AMU-ന് ഡയറക്റ്റ് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബൈൻഡിങ് എനർജി കിട്ടും. കണ്ടോ? അപ്പോൾ AMU-ൽ കിട്ടുന്ന മാസ് ഡിഫക്റ്റിനെ എന്താണ്? AMU-ൽ കിട്ടുന്ന മാസ് ഡിഫക്റ്റിനെ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്ത് കിട്ടും? ബൈൻഡിങ് എനർജി. അല്ലേ? ബൈൻഡിങ് എനർജി ഓഫ് ദ ന്യൂക്ലിയസ് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ വീണ്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണ്. പ്രതി ന്യൂക്ലിയോണിൻ്റെ ബന്ധന ഊർജം അഥവാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയാൻ പറ്റും. എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പുസ്തകത്തിലൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചു. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വിശദീകരിച്ച് പറഞ്ഞാൽ പ്രതി ന്യൂക്ലിയോണിൻ്റെ ബന്ധന ഊർജം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ഈ ബി എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഒരു ന്യൂക്ലിയസിൻ്റെ ആകെ ബൈൻഡിങ് എനർജിയാണ് നിങ്ങൾ ഈ ബി എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെക്കുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞു ഒരു 5 ന്യൂക്ലിയോണുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5 ന്യൂക്ലിയോണുകളുടെ ആകെ ബൈൻഡിങ് എനർജിയാണ് നിങ്ങൾ ഈ ബി എന്ന് എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിലെ ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ബി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് ഇതൊരെണ്ണത്തിൻ്റെ മാത്രം കിട്ടും. ഇതിനെയാണ് ഈ BN എന്ന് പറയുന്നത്. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഒരു ന്യൂക്ലിയസിലെ ആകെ ന്യൂക്ലിയോയുടെ എണ്ണത്തെ അല്ലേ നമ്മളതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്? P+N. അപ്പോൾ ഈ ബി ഡിവൈഡ് ബൈ എ ചെയ്താൽ പോരെ ഈ BN കണ്ടുപിടിക്കാനായിട്ട്? അല്ലേ? എന്താണ്? ഈ BN ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ബി ബൈ എ എന്ന് എഴുതാം. എന്താണ്? ഈ BN ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഇ ബി ഡിവൈഡ് ബൈ എ എന്ന് എഴുതാം. ഈ BN ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ബി ഡിവൈഡ് ബൈ എ എന്ന് എഴുതാം. ഈ BN ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഇ ബി ഡിവൈഡ് ബൈ എ എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അതിനെയാണ് നമ്മൾ പ്രതി ന്യൂക്ലിയോണിൻ്റെ ഇന്ധന ഊർജ്ജം അഥവാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിലെ ന്യൂക്ലിയോണുകൾ തമ്മിലുള്ള ബന്ധനത്തിൻ്റെ കൂടുതൽ ഫലപ്രദമായ അളവുകോലാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇവ ന്യൂക്ലിയസിലെ ബന്ധന ഊർജ്ജവും ന്യൂക്ലിയോണുകളുടെ എണ്ണവും തമ്മിലുള്ള അനുപാതമാണ്. അതായത് ടോട്ടൽ ബൈൻഡിങ് എനർജിയെ ന്യൂക്ലിയോണുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഒരു ന്യൂക്ലിയോണുള്ള ബൈൻഡിങ് എനർജി. ഓക്കെ, മനസ്സിലായോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബൈൻഡിങ് എനർജി കർവ് എന്ന് നമ്മൾ പറയും. എന്താണ്? ബൈൻഡിങ് എനർജി കർവ് എന്ന് നമ്മൾ ഇതിനെ പറയുന്നത്. അതായത് നിങ്ങൾ Z ആക്സിസിൽ Z അല്ല X ആക്സിസിൽ അറ്റോമിക് നമ്പർ എ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടെ എ ശരിയല്ലേ? Y ആക്സിൽ ഈ BN ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് അല്ലേ? ഡ്യൂട്ടീരിയം, ട്രിഷ്യം, പിന്നെ ലിത്തിയം, ഹീലിയം, നൈട്രജൻ, കാർബൺ, ഓക്സിജൻ അല്ലേ? ഓക്സിജൻ്റെ മറ്റൊരു ഐസോട്ടോപ്പും ഉണ്ട്.
പിന്നെ സൾഫർ, അല്ലെ അയൺ, അല്ലെ മൊളിബ്നിയം, അയഡിൻ, യുറേനിയം, അങ്ങനെ അങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പടത്തിൽ നമുക്ക് കുറച്ച് കൺക്ലൂഷൻ്റെ അകത്ത് എത്തിച്ചേരണം. ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏറ്റവും കൂടുതലുള്ള ആൾക്കാണ് അയൺ 56 ആണ്. പഠിച്ചു വെക്കണം. എത്ര? Fe56. അയൺ 56-നാണ് ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. എന്താണ്? Fe ആണ് പരമാവധി EBN ഉള്ളത്. ഏകദേശം 8.75. ഓർത്ത് വെക്കുക, 8.75 ആണ് അയണിനുള്ള ഏറ്റവും കൂടുതലുള്ള ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഈ പോയിന്റ് ആണ്. പിന്നെ എന്ത് സംഭവിക്കും? ഇത് പതുക്കെ കുറഞ്ഞ് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇവിടെ കുറച്ച് നേരം കോൺസ്റ്റന്റ് ആക്കി നിൽക്കും, പിന്നെ അത് കുറഞ്ഞ് താഴത്തേക്ക് പോകും. കണ്ടോ, ഇവിടെ കുറച്ച് നേരം കോൺസ്റ്റന്റ് ആണ്, പിന്നെ താഴത്തേക്ക് പോകും. മനസ്സിലായോ? അപ്പോൾ ഈ അയൺ 56-ന്റെ ലെഫ്റ്റ് ഭാഗവും റൈറ്റ് ഭാഗവും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ലെഫ്റ്റ് ഭാഗത്തിൽ ഈ പറയുന്ന എലമെന്റുകൾ കാണിക്കുന്നത് ഫ്യൂഷനും, റൈറ്റ് ഭാഗത്തിലുള്ള എലമെന്റുകൾ കാണിക്കുന്നത് എന്താണ്? ഫിഷനുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഓർക്കുക, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കർവിൻ്റെ അകത്ത് അയൺ 56-ന് ലെഫ്റ്റ് സൈഡിൽ ഫ്യൂഷനും റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? ഫിഷനുമായിരിക്കും. എന്തുകൊണ്ടാണ്? ഈ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം എന്താ? താരതമ്യേന ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള എലമെന്റുകളാണ്, അല്ലേ? ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള എലമെന്റുകളാണ്. ഫ്യൂഷൻ എന്താ? താരതമ്യേന ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകൾ പരസ്പരം കൂടിച്ചേർന്ന് മാസ് ഡിഫക്റ്റ് ഉണ്ടായിട്ട് അതിന് കറസ്പോണ്ടിങ് എനർജി ഉണ്ടാവുന്നതാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ സൂര്യനിൽ നടക്കുന്നത്. ഫിഷൻ എന്താ? ഭാരം കൂടിയൊരു ന്യൂക്ലിയസിലേക്ക് നമ്മൾ മറ്റൊരു എലമെന്റിനെ കൊണ്ട് ഇടിപ്പിച്ച് അതിനെ പൊട്ടിച്ച് ചെറുതാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഫിഷൻ ഉണ്ടാക്കുന്നത്. ആറ്റം ബോംബ് ഫിഷനാണ്, അല്ലേ? ആറ്റം ബോംബ് ഫിഷനാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഫിഷനാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എലമെന്റുകൾക്കെല്ലാം മാസ് നമ്പർ കൂടുതലാണ്. 100, 127, അങ്ങനെ യുറേനിയം അങ്ങനെ പോവാണ്. അപ്പോൾ ഇങ്ങോട്ടെല്ലാം ഫിഷൻ നടക്കും, ഈ ഭാഗത്ത് എന്ത് നടക്കും? ഫ്യൂഷൻ നടക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, Fe ആണ്, അതായത് അയൺ ആണ് പരമാവധി. അയൺ 56, അതങ്ങനെ തന്നെ പഠിക്കണം. അയൺ 56 ആണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ EBN ഉള്ളത്, പരമാവധി EBN ഉള്ളത്. ഏകദേശം 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ശ്രദ്ധിക്കും, മെഗാ ഇലക്ട്രോൺ വോൾട്ടിനാണ് പറയുന്നത്. ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകൾക്കും, അതായത് അറ്റോം മാസ് നമ്പർ 30-നേക്കാൾ കുറഞ്ഞ ആളുകൾക്കും, ഭാരം കൂടിയ ന്യൂക്ലിയസുകൾക്കും, അതായത് AE > 170 EBN കുറവാണ്, അല്ല? ഇടതുഭാഗം കുറവാണ്, മറ്റിടത്തും കുറവാണ്, താഴെയുള്ളതും കുറവാണ്, വലതുവശം അങ്ങോട്ട് പോകുന്നതോറും കുറവാണ്. 30-നും 170-നും ഇടയിൽ A ഉള്ളവർക്കെല്ലാം സ്ഥിരതയുള്ള ആളുകളാണ് നടുക്ക്. ദെൻ ഇത് ന്യൂക്ലിയർ ബലം ഹ്രസ്വദൂര സ്വഭാവമുള്ളതാണ്, അനന്തരം ഫലമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബൈൻഡിങ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മാസ് ന്യൂനത അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇത് നോക്കണം കേട്ടോ. ഇക്വേഷനുകൾ, പിന്നെ മാസ് എനർജി റിലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം. ഓർക്കുക, ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ΔMനെ 931 MeV കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബൈൻഡിങ് എനർജി EB എന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അത് മറക്കാതെ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് റേഡിയോ ആക്ടിവിറ്റിയാണ്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ഡിഫറെൻറ്റ് ടൈപ്പ് റേഡിയോ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ നോക്കി തുടങ്ങാം. ഒരു അസ്ഥിര ന്യൂക്ലിയസ് ശോഷണത്തിന് വിധേയമാകുന്ന ന്യൂക്ലിയർ പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ന്യൂക്ലിയസുകളും ഒരു സ്പെസിഫിക് എനർജിയിൽ ഇരുന്നിട്ട് അതിന് സ്ഥിരത ഉണ്ടാവില്ല, അസ്ഥിരമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് കുറേ സാധനങ്ങൾ എമിറ്റ് ചെയ്ത് അവൻ സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ അസ്ഥിരമായൊരു ന്യൂക്ലിയസുകൾ എലമെൻറ്റുകളെ അല്ലെങ്കിൽ അതിലെ ന്യൂക്ലിയസിലെ കണങ്ങളെ പുറത്തേക്ക് എമിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ശോഷണം അഥവാ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു അസ്ഥിര ന്യൂക്ലിയസ് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ എലമെൻറ്റുകളെ അല്ലെങ്കിൽ ന്യൂക്ലിയർ പാർട്ടിക്കിളുകളെ എമിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം അല്ലെങ്കിൽ പ്രതിഭാസമാണ് അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ശോഷണം. ഓക്കെ,
1896 A.H. ബെക്കുറൽ എന്ന ശാസ്ത്രജ്ഞനാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ ബെക്കുറൽ 1896 A.H. ബെക്കുറൽ എന്ന ശാസ്ത്രജ്ഞനാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. ഇനി റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബെക്കുറൽ BQ എന്ന് എഴുതും അല്ലേ? ആണ്. സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ യൂണിറ്റ് ക്യൂറി എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഒരു ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രം കേട്ടോ. ഇതൊരു ഹെവിയർ ന്യൂക്ലിയസ് ആയിരുന്നു. അതിൽ നിന്ന് കുറച്ച് കണങ്ങൾ ന്യൂട്രോണോ പ്രോട്ടോണോ എന്തിനെയൊക്കെ എമിറ്റ് ചെയ്യും, കുറച്ച് എനർജിയൊക്കെ അത് എമിറ്റ് ചെയ്ത് കളയും. പിന്നെ ഒരു ഇലക്ട്രോണൊക്കെ എമിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രോസസ്സ് ഇൻ ടേംസ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 1 ക്യൂറി എന്ന് പറഞ്ഞാൽ 3.7 × 10⁻10 ബെക്വറലാണ്. മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കേണ്ടാവുക. 1 ക്യൂറി = 3.7 × 10⁻10 ബെക്വറൽ കേട്ടോ. യെസ്, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റേഡിയോ ആക്റ്റീവ് ശോഷണ നിയമമാണ്, അഥവാ ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചധികം പറയാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ പുത്തനായിട്ട് നമുക്ക് റേഡിയോ ആക്റ്റീവ് ശോഷണ നിയമം സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.